ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു സ്ട്രാറ്റജീനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. പുതിയൊരു ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജീനെ കുറിച്ച്. അപ്പോൾ ഈ സ്ട്രാറ്റജിയുടെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ORR, അല്ലെങ്കിൽ വേറൊരു പേരിലും ഇതേ സ്ട്രാറ്റജി അറിയപ്പെടുന്നുണ്ട്, ഓപ്പൺ ഡ്രൈവ് റിജക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് തെറ്റില്ലാത്തൊരു സ്ട്രാറ്റജിയാണ്. ഇത് നല്ലപോലെ ആക്യുറസി ഒക്കെ ഉള്ളൊരു സ്ട്രാറ്റജിയാണ്. എന്ന് വെച്ചിട്ട് 100%ഓ 90% ആക്യുറസി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നല്ലപോലെ വർക്കിംഗ് ആയിട്ടുള്ള നല്ലപോലെ ആക്യുറസി ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് അല്ലെങ്കിൽ ഓപ്പൺ ഡ്രൈവ് റിജക്ഷൻ എന്ന് പറയുന്ന ഈ സ്ട്രാറ്റജി. അപ്പോൾ ഞാൻ ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതിന് മുമ്പ് ഞാനൊരു ഡിസ്ക്ലെയിമർ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാം. ഞാൻ അധികം ആക്റ്റീവായിട്ട് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്ന ഒരാളല്ല, എനിക്ക് അതിനുള്ള ടൈം കിട്ടാറില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോട് ആദ്യം തന്നെ പറയും. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലും പറയുന്നുണ്ട്, ഈ വീഡിയോസിലും ആദ്യം തന്നെ പറയുകയാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജീനെ കുറിച്ച് ഒരു ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് എ മാർക്കറ്റ് പ്രൊഫൈൽ ഓപ്പണിംഗ് ടൈം. ആ സെൻറ്റൻസ് ഒക്കെ നിങ്ങൾ ഇവിടെ, നിങ്ങൾക്കൊരു ചെറിയ ഭാഗമാണ് ഇവിടെ നിന്ന് ആവശ്യമുള്ളത്. An open rejection reverse happens when the market attempts to continue in a prior direction and is met with heavy opposition which causes a strong move in the opposite direction. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് വായിക്കാൻ നമുക്ക് ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ ഞാൻ ഇത് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞുതരാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പോയിന്റിൽ ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്യും. എന്നിട്ട് ആ ഡയറക്ഷനിൽ പോകാനായിട്ട് തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് ഫേസ് ചെയ്യും. അപ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് ഫേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റ് ആ ഒരു ആദ്യം പോരുന്ന ഡയറക്ഷൻ ഏതാണ്, ആ ഒരു ഡയറക്ഷനിൽ നിന്ന് റിവേഴ്സ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഒരു ട്രെൻഡ് റിവേഴ്സൽ അവിടെ നടക്കും. അപ്പോൾ ഇതാണ് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് അല്ലെങ്കിൽ ഓപ്പൺ ഡ്രൈവ് റിവേഴ്സൽ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയിൽ നടക്കുന്ന കാര്യം. അതായത് മാർക്കറ്റ് ആദ്യം പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷനിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റിവേഴ്സൽ നടത്തിയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചാർട്ടുകൾ നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ സംഭവം മനസ്സിലാക്കി തരാം. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് നിഫ്റ്റിയുടെ ചാർട്ട് കാണിക്കാം. ഇത് നിഫ്റ്റിയുടെ 16th ജൂണിലുള്ള ചാർട്ടാണ്. എന്ന് പറഞ്ഞാൽ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു 3 ദിവസം മുമ്പത്തെ ചാർട്ടാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 19th-നാണ്. 3 ദിവസം മുമ്പത്തെ ചാർട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഭയങ്കര റീസെൻ്റ് ആയിട്ടുള്ളൊരു ചാർട്ടാണിത്. അപ്പോൾ ഈ ചാർട്ടിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കാണാൻ പറ്റുന്നത് നിഫ്റ്റിയുടെ 16th ജൂണിൽ ഓപ്പണിംഗ് ക്യാൻഡിൽ ഇതാണ്. ഈ ഒരു റെഡ് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു വലിയൊരു വിക്ക് റിജക്ഷൻ ഉണ്ട് താഴെ. അപ്പോൾ നമ്മൾ ഈ ക്യാൻഡിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും വലിയൊരു ലോങ് വിക്ക് റിജക്ഷൻ നടക്കുമ്പോൾ ക്യാൻഡിൽ റെഡ് ആണെങ്കിൽ പോലും ഇതൊരു എന്താ പറയുക, ഇതൊരു ബൈയിങ് പ്രഷറാണ് കാണിക്കുന്നതെന്ന് മനസ്സിലായി. കാരണം പ്രൈസ് താഴേക്ക് പോയിട്ടും ഇമീഡിയറ്റ് ആയിട്ട് അതിനെ തിരിച്ചു കയറിയിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ക്യാൻഡിൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലാണ്, ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിഫ്റ്റിയിൽ ഇവിടെ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഈ 9:35 ഈ റെഡ് ക്യാൻഡിൽ കാണിക്കുന്നത് ഒരു ബെയറിഷ് ക്യാൻഡിലാണ്, ഒരു ഈവനിങ് സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഹാമർ ക്യാൻഡിൽ പാറ്റേൺ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശ്രദ്ധിക്കണം. ഇത് ഒരു CPRൻ്റെ അവിടെയാണ് ഇത് ഉണ്ടാവുന്നത്. ഇതൊരു CPR ആണ്, നാരോ CPR ആണ്, കണ്ടില്ലേ? അപ്പോൾ ഈ CPRൻ്റെ അവിടെയാണ് ഈ ഒരു ഹാമർ ക്യാൻഡിൽ സ്റ്റിക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ CPR നാരോ ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? CPR നാരോ ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒരു ട്രെൻഡിങ് ഡേ ആയിരിക്കും എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇവിടെ ഒരു നാരോ CPR പ്ലസ് ഈ ഒരു ഹാമർ ക്യാൻഡിൽ സ്റ്റിക്ക്, ഇൻവെർട്ടഡ് ഹാമർ, ആദ്യം തെറ്റി പറഞ്ഞു, ഇൻവെർട്ടഡ് ഹാമർ ക്യാൻഡിൽ സ്റ്റിക്കാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊരു ബെയറിഷ് സൈനാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം മാർക്കറ്റ് ചൂസ് ചെയ്ത ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനാണ്. ഈ ഒരു ക്യാൻഡിലൊക്കെ കാണിക്കുന്നത് അപ്വേർഡ് ഡയറക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് എക്സാക്ട്ലി CPRൻ്റെ അവിടെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ട് ഒരു ഇൻവെർട്ടഡ് ഹാമർ ക്യാൻഡിൽ സ്റ്റിക്ക് അഥവാ ഒരു ഈവനിങ് സ്റ്റാർ ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഈ ഒരു റിവേഴ്സൽ നടക്കുന്ന പോയിന്റ് അല്ലെങ്കിൽ റിവേഴ്സലിൻ്റെ സൂചനകൾ കിട്ടുന്ന പോയിന്റ് റാൻഡം ആയിട്ടുള്ളൊരു പോയിന്റ് ആയിരിക്കരുത് ഒരിക്കലും. അത് ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസിൻ്റെ അവിടെ ആയിരിക്കണം അത് ഉണ്ടാവുക. അപ്പോൾ ഈ കേസിൽ ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് CPR ആണ്. ചിലപ്പോൾ അത് CPR ആയിരിക്കില്ല, ചിലപ്പോൾ അത് പിവറ്റ് പോയിന്റ് ആയിരിക്കും, ചിലപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്ലൈ സോൺ ആയിരിക്കും. ഇപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്ലൈ സോണാണെന്ന് നമുക്ക് ഈ ചാർട്ട് കാണുമ്പോൾ മനസ്സിലാവും. കാരണം എന്താ, ഈ ഒരു പോയിന്റിൽ നിന്ന് പ്രൈസ് ഒട്ടും തന്നെ മുകളിലേക്ക് പോയിട്ടില്ല. ഇവിടെ ഒരു വട്ടം റിജക്ഷൻ എടുത്തു, ഇവിടെ ഒരു വട്ടം റിജക്ഷൻ, ഇവിടെ ഒരു വട്ടം റിജക്ഷൻ, നല്ലപോലെ പ്രൈസ് ഫോളോ ചെയ്തു. അപ്പോൾ നമ്മൾ ചാർട്ട് സൂം ഔട്ട് ചെയ്താൽ ഇതേ സംഭവം തന്നെയാണ് കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിജക്ഷൻ സോൺ നമ്മളിവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്കൊരു സോൺ മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സോൺ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ 3-4 വട്ടം റിജക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്ലൈ സോണാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു റിവേഴ്സൽ നടക്കുന്നതും CPRൻ്റെ അവിടെയാണ്, അതും ഒരു നാരോ CPRൻ്റെ അവിടെ. നാരോ CPRന് പൊട്ടൻഷ്യലി സ്ട്രെങ്ത് കുറവാണ്. ഈ ഒരു കാര്യം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. CPR ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയിലാണ് ഞാൻ ആ ഒരു വീഡിയോയിലാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ മുകളിൽ കൊടുക്കാം, അത് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്നിരുന്നാലും CPRൻ്റെ അവിടെയാണ് ഈ റിവേഴ്സൽ സൈൻസ് കാണാനായിട്ട് നമുക്ക് പറ്റുന്നത്. അപ്പോഴും നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ട്രേഡ് എടുക്കില്ല, നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നോക്കും. ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ കാണില്ലേ, ഇപ്പോഴാണ് നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്യുക.
അപ്പോൾ ട്രേഡിൽ ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത് ഈ CPRൻ്റെ മോൾ ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യും. ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ ആകെ വെക്കുന്നത്, ഒരു 0.16 അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിയ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 0.2% സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് കുറച്ച് താഴെ നമ്മൾ വയ്ക്കും, ഒരു 1:2 അല്ലെങ്കിൽ ഒരു 1:3 റിസ്ക് റിവാർഡോ വെക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യത്തെ ഒരു സപ്പോർട്ട് സോൺ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഇവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഭയങ്കര ചെറിയ ടാർഗറ്റാണ്. അപ്പോൾ നമ്മൾ നോക്കുക ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അടുത്തൊരു ഏരിയ നോക്കും. അപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സോൺ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു CPR ഇത് ഭയങ്കര വൈഡ് CPR ആണ്. അപ്പോൾ ഇത് ഭയങ്കര സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഇവിടെ ആക്ട് ചെയ്യും. പ്ലസ് ഇതൊരു വിർജിൻ CPR ആണ്. കാരണം 15th ജൂണിന് പ്രൈസ് ഈ CPR ടച്ച് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഇതൊരു വിർജിൻ CPR ആണ് നമുക്ക് പറയാം. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യും. ഇനി അടിയിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ ടാർഗറ്റ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ ഈ CPRൻ്റെ ഈ ഒരു ബ്ലൂ ലൈനിൽ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പിങ്ക് ലൈനിൽ ഇവിടെയും നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം. എവിടെയാണെന്നുണ്ടെങ്കിലും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ 3:20 ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം. അത്ര വലിയ ടാർഗറ്റ് വേണ്ട, കാരണം ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 0.5% അടുത്തുണ്ട്. ഇത് നമുക്ക് കുറച്ചുകൂടി താഴെ ഒരു 5% തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 0.5% വെക്കുകയാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് അതിനെ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റി. അപ്പോൾ ഒരു 1:2 വലിയ റിസ്ക് റിവാർഡുള്ള ഒരു ട്രേഡാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഈ ഓപ്പൺ ഡ്രൈവ് റിജക്ഷൻ മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പൺ ഡ്രൈവ് റിജക്ഷൻ നടക്കുന്നത് 2 സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഒന്ന് 16th ജൂണിന് എക്സാക്ട്ലി നമ്മൾ നിഫ്റ്റിയിൽ കണ്ട അതേ പാറ്റേൺ ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ ഓപ്പൺ ഡ്രൈവ് റിജക്ഷൻ 14th ജൂണിന് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു സംഭവം കൂടി ഓൺ ചെയ്യാനുണ്ട്. പിവറ്റ് പോയിന്റ്സ് ഓൺ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ട് നല്ലപോലെ താഴോട്ട് പോയിട്ട് 9:30 ആയിപ്പോൾ, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇമീഡിയറ്റ് ആണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 15 മിനിറ്റാണ് ആവുന്നുള്ളൂ. അപ്പോൾ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യേണ്ടത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇമീഡിയറ്റ്ലി ഉണ്ടാവണം. അല്ലാണ്ട് ഉച്ചയ്ക്കൊന്നും നോക്കി ഈ സ്ട്രാറ്റജി നോക്കി നിങ്ങൾ ഇരിക്കരുത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു 20-30 മിനിറ്റ്, ഒരു 20-25 മിനിറ്റിനുള്ള മാക്സിമം നടന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ആ ട്രേഡ് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് ആദ്യം നല്ല പോലെ ഒരു ബെയറിഷ്നെസ് കാണിച്ചിട്ട് കറക്റ്റ് ഈ S3 സപ്പോർട്ട് ലെവലിൽ മാർക്കറ്റ് ഒരു വിക്ക് റിജക്ഷൻ കാണിക്കാൻ തുടങ്ങി. കണ്ടില്ലേ, ഈ ക്യാൻഡലിന് ഒന്നും ഇല്ലാത്തൊരു വിക്ക് റിജക്ഷൻ, നല്ല പോലെ ഒരു വിക്ക് റിജക്ഷൻ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റി. അതിൻ്റെ തൊട്ട് പിന്നാലെ നല്ല പോലെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലും ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ട്രേഡ് ഇവിടെ എവിടെയാണ് വരികയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങിലാണ് നമ്മുടെ ട്രേഡ് എടുക്കുക. അപ്പോൾ ഇവിടെ അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വെക്കേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റിയൊരു സ്ഥലം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൽ തൊട്ടടിയിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക, ഒരു 0.5% സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. അപ്പോൾ ഇതാണ് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് ആണ് ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്താൽ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ടാർഗറ്റാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇതൊരു റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു CPR ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റിൽ തന്നെ വെക്കുകയാണ്. അപ്പോൾ ഇതിനൊരു 1:2 ട്രേഡ് എന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു 1:1.5 റിസ്ക് റിവാർഡുള്ള ഒരു ട്രേഡാണ് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഇനീഷ്യൽ ടാർഗറ്റ് വെക്കുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഒരു 0.8% അടുത്ത് നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് 0.5%, ടാർഗറ്റ് ഒരു 0.8%. അപ്പോൾ നമ്മൾ ഈ റിജക്ഷൻ കാണുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ കാണാം എക്സാക്ട്ലി ഈ ഒരു സപ്പോർട്ട് സോൺ, ഈ നേരത്തെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിരുന്ന ഈ ഒരു സോണിൽ റിജക്ഷൻ ഫേസ് ചെയ്തിട്ട് കുറച്ച് നേരം ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് തിരിച്ച് കയറി. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ഈ ഒരു CPR ടച്ച് ചെയ്യുന്നതിന് മുമ്പ് ഡേ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഇവിടെ അച്ചീവ് ആയിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി കണ്ട സ്ഥിതിക്ക് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്കിലും ഈ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇതിപ്പോൾ അംബുജ സിമെൻറ്റിൻ്റെ സ്റ്റോക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അംബുജ സിമെൻറ്റിൻ്റെ 4th ജൂണിലെ സ്റ്റോക്ക്, അതായത് റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് തന്നെയാണ് 4th ജൂൺ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അംബുജ സിമെൻറ്റ് ഓപ്പൺ ചെയ്യുന്നത് June 4th ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വലിയ ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, CPR നാരോ ആണ്, അതായത് ട്രെൻഡിങ് ഡേ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കാണിച്ചു, മാർക്കറ്റ് കുറച്ചുകൂടി മുകളിലേക്ക് പോയി ഈ ഒരു റെസിസ്റ്റൻസ് സോണില്ലേ, ഈ റെഡ് കാണുന്നത് CPR റെസിസ്റ്റൻസ് ആണ്. ഇവിടെ പിവറ്റ് പോയിന്റ് റെസിസ്റ്റൻസ് ഉണ്ടാകും. ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കണം കുറേ അധികമായിട്ട് കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ പോലും ഇതൊരു ബെയറിഷ് ക്യാൻഡിലിൻ്റെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. കാരണം ഒരു മുകളിൽ ഒരു വലിയൊരു ലോങ് വീക്ക് റിജക്ഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ട്രേഡ് എടുക്കില്ല. മുമ്പ് നിഫ്റ്റിയിൽ ഈ ഒരു ചാർട്ടിൽ കണ്ട പോലെ തന്നെ നമ്മളിവിടെ ട്രേഡ് എടുക്കില്ല, നമ്മൾ വെയിറ്റ് ചെയ്യും, അടുത്ത ക്യാൻഡിലിന് വെയിറ്റ് ചെയ്തിട്ട് ഈ ക്യാൻഡിൽ കണ്ടില്ലേ, ഇവിടെ ഒരു നല്ല പോലെ ഒരു ബെയറിഷ് ക്യാൻഡിൽ, ഈ ക്യാൻഡിലിനെയും ഈ ക്യാൻഡിൽ ഓൾമോസ്റ്റ് എൻഗൾഫ് ചെയ്യുന്ന രീതിയിലുള്ളൊരു റെഡ് ക്യാൻഡിലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ ട്രേഡ് എന്ന് പറയുന്നത് ഇവിടെയാണ്. നമ്മൾ ട്രേഡ് എടുക്കുന്നത് ഈ ക്യാൻഡിൽ ക്ലോസിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ എന്ന് പറയുന്നത് ഒരു 0.3%. ഈ റെഡ് ക്യാൻഡിലിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഒരു 0.35% സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എവിടെയായിരിക്കും? നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇമീഡിയറ്റ് സപ്പോർട്ട് ലെവലായിരിക്കും. ഏതെങ്കിലും ക്രൂഷ്യൽ സപ്പോർട്ട് ലെവൽ ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും. അപ്പോൾ ഇത്രയും നേരത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഓൾറെഡി. ഫസ്റ്റ് നമ്മുടെ ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യുക CPRലായിരിക്കും. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. അതായത് 1:2 ട്രേഡ് നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ, മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ഇനി ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് നല്ലപോലെ ട്രെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു 50% ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് ഹോൾഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് അടുത്ത സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഗ്രീൻ ഡോട്ടഡ് ലൈൻസ് ആണ്. അതാണ് CPRൻ്റെ അടുത്ത സപ്പോർട്ട്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ അടുത്തത് നിങ്ങളുടെ ടാർഗറ്റ് 2 ആയിട്ട് നിങ്ങൾ വെക്കേണ്ടത്. ഇത് 1.25% ഉണ്ട് ഇവിടെ എത്തുമ്പോഴേക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈസി ആയിട്ട് നമ്മളൊരു 0.3 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒരു 1.2%, ഓൾമോസ്റ്റ് ഒരു 1:3 മുകളിൽ 1:4 റിസ്ക് റിവാർഡുള്ള ഒരു ട്രേഡ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എപ്പോഴും നമുക്ക് 1:4 റിസ്ക് റിവാർഡൊന്നും കിട്ടില്ല. മിക്കപ്പോഴും നമുക്കൊരു 1:2 അല്ലെങ്കിൽ 1:3 ട്രേഡുകളായിരിക്കും നമുക്ക് നോർമലി കിട്ടുക. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതന്നെ ധാരാളമാണ്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാം. ട്രേഡിംഗ് സ്ട്രാറ്റജിയിലല്ല ഒരിക്കലും ഒരാൾ പ്രോഫിറ്റബിൾ ആവുന്നത്. ഒരു പ്രൊഫഷണൽ ട്രേഡറും അങ്ങനെയല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്. എല്ലാവരും പ്രോഫിറ്റബിൾ ആവുന്ന പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ്, പൊസിഷൻ സൈസിങ്, ഇമോഷണൽ കൺട്രോൾ വെച്ചിട്ടാണ് എല്ലാവരും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്. അല്ലാണ്ട് കുറേ സ്ട്രാറ്റജി നിങ്ങൾ പഠിച്ചുകൊണ്ട് ഒരുവിധ യൂസും ഇല്ല. അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാണ്. അപ്പോൾ ഈ ഒരു കുറേ സ്ട്രാറ്റജി പഠിക്കുന്നതിൻ്റെ പിന്നെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കാം. അത് നിങ്ങൾ എന്തായാലും കാണേണ്ട ഒരു വീഡിയോ ആണെന്നാണ് ഞാൻ പറയുക. കാരണം കുറേ അധികം ആൾക്കാർ ഒരു പെർഫെക്റ്റ് സ്ട്രാറ്റജി നോക്കി കുറേ അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ കാരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി നോക്കി നടക്കുന്നതിൻ്റെ പിന്നിലെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കാണുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ഡ്രൈവ് റിജക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ റിജക്ഷൻ നടക്കുന്ന പോയിന്റ് ഞാൻ ഒന്നും കൂടി സമ്മറൈസ് ചെയ്ത് പറയാം. ആദ്യം മാർക്കറ്റ് ഒരു ഡയറക്ഷനിലും അത് കഴിഞ്ഞിട്ട് റിജക്ഷൻ ഫേസ് ചെയ്ത് തുടങ്ങുന്ന ഒരു ഏരിയ ഉണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഒന്നില്ലെങ്കിൽ അതൊരു CPR റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഒരു പിവറ്റ് പോയിന്റ് റെസിസ്റ്റൻസോ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് റെസിസ്റ്റൻസ് മാത്രമല്ല, സപ്പോർട്ട് കേസിലും ആക്ട് ചെയ്യും. കണ്ടില്ലേ, ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ താഴെ വന്നിട്ട് ഡൗൺ ട്രെൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ട്രേഡിൽ എടുക്കുന്നത്. ഇത് മുകളിലേക്കാണ് ഇത് റിവേഴ്സ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു എക്സാമ്പിളിൽ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയൊക്കെ മുകളിലേക്ക് പോയിട്ടാണ് റിവേഴ്സൽ നടക്കുന്നത്. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സപ്ലൈ സോണ്, അല്ല എന്നുണ്ടെങ്കിൽ ഒരു CPR റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഒരു പിവറ്റ് പോയിന്റ് റെസിസ്റ്റൻസോ ഈ ഒരു ഏരിയകളിലൊക്കെ ആയിരിക്കണം റിവേഴ്സൽസിൻ്റെ സൈൻസ്, റിവേഴ്സൽ തുടങ്ങേണ്ട പോയിന്റ്. അല്ലാണ്ട് ജസ്റ്റ് റാൻഡമായിട്ട് ചാർട്ടിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ റിവേഴ്സൽ നടന്ന നമ്മുടെ ട്രേഡിൽ എൻ്റർ ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടാവുന്ന വരെ വെയിറ്റ് ചെയ്യുക. മൂന്നാമതായിട്ട് നിങ്ങൾ ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണോ അല്ലെങ്കിൽ ഒരു ടൈം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ഇനിയും ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കുറച്ച് പൊസിഷൻസ് എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും ട്രെയിൽ ചെയ്ത് കുറച്ചുകൂടി വലിയൊരു റിവാർഡിനായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ഡ്രൈവ് റിജക്ഷൻ വർക്ക് ചെയ്യുന്നത്. നല്ലപോലെ വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അഡോപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.